അസ്സലാമലൈക്കും. ഞാൻ സക്കരിയ ദർവേഷ് അൽ ഖദ്രി വൽദിഷ്ടി, ചാവക്കാട്, കേരള, ഹിന്ദ്. ഞാനിപ്പോൾ മലേഷ്യയിലാണുള്ളത്. എൻ്റെ മലേഷ്യൻ മൊബൈൽ 01697677768. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുവാനുള്ള കാരണം, കേരളത്തിൽ അടിവേരുള്ളതും 94 വയസ്സ് പിന്നിട്ടവരുമായ വന്യരായ മലേഷ്യൻ പ്രധാനമന്ത്രി തുൻ ഡോക്ടർ മഹാതീർ ബിൻ മുഹമ്മദ് എന്ന അദ്ദേഹത്തെപ്പറ്റി 2 വാക്ക് പറയുന്നതിന് വേണ്ടിയാണ്. 94 വയസ്സ് പിന്നിട്ട അദ്ദേഹം ഈ നാട്ടിൻ്റെ ജീവനാഡിയാണ്, ജനങ്ങളുടെ ഹൃദയമിടിപ്പുമാണ്. മലേഷ്യയുടെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഈ പ്രായമായ ഈ പ്രധാനമന്ത്രിയെപ്പോലെ ഇന്ന് ലോകത്ത് അതേ സ്ഥാനം വഹിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനം വഹിക്കുന്നതോ ആയ മറ്റൊരാളില്ല. അതാണ് അവസ്ഥ. അദ്ദേഹം ഈയിടെ മലേഷ്യയുടെ മറ്റൊരു സ്റ്റേറ്റായ ജോഹറിൽ ഒരു പൊതുയോഗത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എനിക്കും അത് നേരിൽ കാണുവാൻ കഴിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പതാകയുടെ അടയാളം, ആ നിറമുള്ള ടീഷർട്ടും തൊപ്പിയും അണിഞ്ഞ് ആ സ്റ്റേജിൽ മലേഷ്യൻ ടൈം രാത്രി 1 മണിക്ക് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനൊക്കെ, ആ 94 വയസ്സുകാരനെ 49കാരൻ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും നാട്ടുകാർക്ക് എല്ലാ ഹൃദയങ്ങളിൽ കരിങ്കല്ലിൽ ചിത്രം കൊത്തിയതുപോലെ പതിഞ്ഞിട്ടുള്ളതായി അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ സുന്ദരമായ ഈ മലേഷ്യ, കാലാവസ്ഥ കൊണ്ടും പച്ചപ്പ് കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ച ഈ മലേഷ്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങൾ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിമാരെല്ലാം തന്നെ വളരെ ഒത്തൊരുമയോടുകൂടെ ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ സാമ്പത്തികവും ശാരീരികമായ എല്ലാ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഠിനമായി യത്നിക്കുന്നുണ്ട്. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അദ്ദേഹത്തിന് ദീർഘായുസ്സനെ കൊടുക്കട്ടെ. ഈ നാടിനും നാട്ടുകാർക്ക് ഒട്ടനേകം വിദേശികൾ ഇവിടെ കഴിയുന്നുണ്ട്. അവർക്കും അതായത് വളരെ സൽസ്വഭാവികളായ വളരെ ശാന്തശീലക്കാരായ ഈ നാട്ടുകാർക്ക് അള്ളാഹു ഞാമത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന വിദേശികൾക്കും അതുപോലെ ഈ ഗവൺമെൻറ്റിന് അള്ളാഹു എല്ലാവിധ ശക്തിയും പകർന്നു നൽകി സാമ്പത്തികമായ ഉയർച്ചയിലേക്കുള്ള എല്ലാ ചവിട്ടുപടികളും അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നിട്ട് കൊടുക്കട്ടെ. മഹാദേവൻ്റെ ആ നേതൃത്വം ഈ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിന് അള്ളാഹു അവർക്ക് എല്ലാ നിലയ്ക്ക് കഴിവ് നൽകി ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിലാക്കി തീർക്കുമാറാകട്ടെ. ഈ ഗവൺമെൻറ്റിന് ശക്തി പകർന്ന് ഇരുലോക വിജയികൾ അള്ളാഹു ആക്കി തീർക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.